ഹായ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഡിവിഷൻ ചാനൽ. സുരേഷ് ക്ഷേത്രമാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കാഴ്ചയിലേക്ക് സ്വാഗതം. നമ്മുടെ മനോഹരമായ കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചയിൽ ഇറങ്ങിയതാണ്. ഇന്നും അച്ചൻകോവിൽ റൂട്ടിലാണ്. മുള്ളുമല കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ചെരിപ്പട്ടകാവിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞ് സഖ്യസീമ എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള യാത്രയിലായിരുന്നു. 3 കിലോമീറ്ററാണ് അച്ചൻകോവിൽ റൂട്ടിൽ നിന്ന് ചെരിപ്പട്ടകാവിൽ നിന്ന് സഖ്യസീമയ്ക്ക്. അപ്പോൾ ഈ സഖ്യസീമയിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു മനോഹരമായ കാഴ്ചയുണ്ട്. ചെമ്പനരുവി വെള്ളച്ചാട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വനത്തിന് നടുവിലാണ്. ഒരു സ്ഥലത്ത് എസ്റ്റേറ്റിന്റെ ഭാഗമാണ്. പക്ഷേ ഈ ഭാഗത്തൊക്കെ ആരും അധികം വരാറില്ല. നല്ല മനോഹരമായ കാഴ്ചയാണ്, നയന മനോഹരം. എന്റെ പിന്നിലേക്ക് നോക്കി എന്ത് രസമുള്ള കാടിന്റെ കാഴ്ചകളാണ്. അതുപോലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല സ്ലിപ്പിംഗ് ഏരിയ ആണ് കേട്ടോ. നമ്മളിവിടെ സൂചിച്ചില്ലെങ്കിൽ തെറ്റി ഇങ്ങനെ വീഗാലാൻഡിലൊക്കെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കും. മനോഹരമായ കാഴ്ചകളാണ്. ഒറ്റയ്ക്കൊന്നും വന്നിവിടെ നിൽക്കാൻ പാടില്ല. എല്ലാ വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ചെമ്പനരുവി വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടു പോകാം അല്ലേ. മനോഹരമായ വെള്ളച്ചാട്ടം, വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചൊക്കെ നിൽക്കണം. ഒറ്റയ്ക്കൊന്നും വരാൻ പാടില്ല. ഞങ്ങൾ 2 പേരാണ് ഇന്ന് രാവിലെ യാത്ര തിരിച്ചത്. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. വന നടുവിലെ സഖ്യസീമയിലെ അടിപൊളി വെള്ളച്ചാട്ടമാണ് ചെമ്പനരുവി വെള്ളച്ചാട്ടമാണ് നമ്മൾ കാണുന്നത്. കൊല്ലത്തെ മനോഹരമായ ഒരു സ്ഥലമാണ്. കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. വാഴ ഒന്നുമില്ല. അപ്പോൾ അധികം ആരും ഇവിടെ വരത്തില്ല. അതുകൊണ്ടായിരിക്കും കാടൊക്കെ ഇങ്ങനെ പിടിച്ച് വഴിയൊന്നുമില്ല കിടക്കുവാണ്. ഞങ്ങൾ കുറച്ച് സാഹസപ്പെട്ടാണ് എൻ്റെ ഇടയ്ക്കൂടെ ഒക്കെ ഇറങ്ങി വന്നത്. കാട്ടരുവി ഇങ്ങനെ ഒഴുകി വേറൊരു സ്ഥലത്ത് ചെന്നിട്ടേ അപ്പുറത്തൂടെ വീണ്ടും പാറയിടുക്കിൽ കൂടി ഒഴുകാണ്. ചെറിയ തെറ്റിലൊക്കെ ഉള്ള സ്ഥലമാണ്. ആഴം കുറവായിരിക്കാം. ഇതിൽ തെറ്റലുണ്ട് കേട്ടോ. കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ചകൾ എന്ന് പറയുന്നത് കൊല്ലത്ത് ആരും കാണാത്ത ഒരുപാട് കാഴ്ചകളുണ്ട്. നല്ല രീതിയിൽ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലങ്ങൾ തിരക്കി പിടിച്ച് കണ്ടെത്താനാവും നമ്മുടെ പ്രേക്ഷകർക്ക് നൽകാനായിട്ട്. അതിൽ പ്രധാന സ്ഥലമാണ് ചെമ്പനരുവി വെള്ളച്ചാട്ടം. വലിയ കൂറ്റൻ വെള്ളച്ചാട്ടം ഒന്നില്ലെങ്കിലും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. തഴക്കൈതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. പാമ്പുകളും മറ്റുള്ള ജീവികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഒഴുക്ക്. എന്ത് രസമുള്ള കാര്യം നോക്കി. ഈ പ്രദേശത്ത് ഉള്ളിൽ ഇങ്ങനെ ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അധികം ആരും കണ്ടിട്ടുമില്ല, ആർക്കും അറിയില്ല. കൊല്ലത്ത് ഇതുപോലെ മനോഹരമായ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കുളിക്കുകയൊക്കെ ചെയ്യാം, ശല്യമൊന്നുമില്ല. പക്ഷേ 1-2 പേരൊക്കെ ഉണ്ട്. പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഉടങ്ങൊന്നും തങ്ങാൻ പാടില്ല. അച്ചൻകോവിൽ റൂട്ടിൽ വരുമ്പോൾ നമ്മൾ മുള്ളുമല കഴിഞ്ഞ് ചെരിപ്പട്ടകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വരുമ്പോൾ സഖ്യസീമാവുന്നൊരു ബോർഡ് ഇരിപ്പുണ്ട്. ഈ സഖ്യസീമയിലേക്ക് വരുമ്പോൾ ഒരു മനോഹരമായ വെള്ളച്ചാട്ടമുണ്ട്. വഴിയൊന്നുമില്ല കേട്ടോ, റിസ്ക് ആണ്. മുള്ളുമല പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ ആയ സ്ഥലത്താണ്. വനത്തിന് നടുവിലാണ്. പക്ഷെ അധികം ആരും വരുന്നില്ല എന്നുള്ളതാണ്. വളരെ മനോഹരമായ വെള്ളച്ചാട്ടമാണ്. നല്ല മഴ സമയത്ത് ഇങ്ങനെ കുത്തി ഒലിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം വളരെ സൈലന്റ് ആയിട്ട് ഒഴുകുന്ന ഒരു സ്ഥലമാണ്. കാടിന്റെ യാത്രയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് കുളമാവ്. കുളമാവ് ഇപ്പം സാധാരണ നമ്മുടെ കാവുകളിലൊക്കെ എങ്ങും കാണാനില്ല. നാട്ടുപ്രദേശത്ത് പണ്ട് ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ കുറച്ച് അങ്ങനെയുള്ള കുറെ അപൂർവമായ സസ്യങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറയുന്ന പോലെ വലിയ കൂട്ടമായിട്ട് വന്ന് അടിച്ചു പൊളിച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് പറയുന്നില്ല. 1-2 പേർക്കൊക്കെ വന്ന് കുറെ നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു കിളിയുടെ കരച്ചിലൊക്കെ കേട്ട് ഈ വെള്ളത്തിലൊക്കെ ഒന്ന് വേണമെങ്കിൽ കുളിക്കാം. ഇപ്പോൾ ഒഴുക്കുള്ള സ്ഥലമല്ല, അതുകൊണ്ട് അപകടമൊന്നുമില്ല. ഒരു വലിയ വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വനനടയിൽ ഒഴുകിയ നല്ല വൃത്തിയുള്ള വെള്ളമാണ്. ഇങ്ങനെ ഒരുപാട് നുരഞ്ഞു പതഞ്ഞ് വലിയ രീതിയിൽ ഒഴുകി വരുന്ന വെള്ളച്ചാട്ടമല്ല. പക്ഷെ അത്യാവശ്യം നമ്മുടെ കണ്ണിന് കൗതുകം പകരുന്ന രീതിയിലും പിന്നെ ആഴമില്ല ഇറങ്ങി നടക്കാം. പിന്നെ താഴോട്ട് പോകുമ്പോൾ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങോട്ട് ഉൾവനമാണ് കേട്ടോ. ഇവിടെ ഒരുപാട് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് ഇവിടെ വന്ന തോട്ടം തൊഴിലാളികളൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് വന്നത്. അത് ഇറങ്ങി വരാനായിട്ട് ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം ആളുകൾ അധികം വരാത്തതുകൊണ്ട് വഴിച്ചാലൊന്നുമില്ല. ഞങ്ങളൊരു വഴിച്ചാൽ ഉണ്ടാക്കിയാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലത്തിന്റെ കാഴ്ചകൾ. ഈ പറയുന്ന പോലെ ചെറിയ കാഴ്ചകൾ ഒരു വലിയ മനോഹരമായ കാഴ്ചയാക്കി നിങ്ങൾക്ക് തരികയാണ്. പലർക്കും ചിലപ്പോൾ ഇവിടെ വരാൻ പറ്റില്ല, കാണാനും പറ്റില്ല. കാരണം ഇച്ചിരി റിസ്ക് ആണ് ഇവിടെ വരാൻ. ആ റിസ്ക് എടുക്കുന്നത് അത്രയും വേണ്ടിയിട്ട് മനോഹരമായ കാഴ്ച ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ കാണുന്നതെല്ലാം മനോഹരമായ കാഴ്ചകളായിരിക്കും. ഞാൻ എൻ്റെ യാത്രയിൽ കാണുന്ന കാഴ്ചകളെല്ലാം വളരെ സുന്ദരമായ കാഴ്ചകളാണ്. ചെറിയൊരു കാഴ്ച പോലും സുന്ദരമായ കാഴ്ചകളാക്കിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്. കൊല്ലത്തിന്റെ മനോഹരമായ കാഴ്ച ചെമ്പനരുവി വാട്ടർഫാൾസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയൊരു വെള്ളച്ചാട്ടമല്ല, എങ്കിൽ തന്നെ ഇങ്ങനെ പതഞ്ഞു നുരഞ്ഞ് ദൂരത്തേക്ക് വനത്തിലേക്ക് ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലെ അച്ചൻകോവിൽ യാത്രയിൽ നമ്മൾ സഖ്യസീമയിൽ വരണം. അതായത് ചെരിപ്പട്ടകാവിൽ നിന്ന് നമ്മൾ നേരെ വരുന്ന 3 കിലോമീറ്റർ വരും വനത്തിന്റെയും അതുപോലെ തന്നെ എസ്റ്റേറ്റുകളുടെ നടുവിലാണ്. പക്ഷെ അധികം ആരും വരാത്തൊരു സ്ഥലമാണ്. കാരണം വാഹനം വരാൻ പാടാണ്. 2 വീലർ തന്നെ കഷ്ടിച്ചേ വരും. അവിടെ നിന്നാണ് നിങ്ങൾക്ക് ചെമ്പനരുവി എന്ന് പറയുന്ന മനോഹരമായ കാഴ്ചകൾ തരുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്കെ.